അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് ഉന്നത സൈനിക വക്താവ്. പുതിയ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കിയും എല്ലാ മിസൈൽ നഗരങ്ങളും പുതിയ ടീമുകളെ വിന്യസിച്ചു ശത്രുക്കളുടെ നീക്കങ്ങളെ അതിവേഗം പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കുന്നു. യുദ്ധത്തിന്റെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ പുതിയ മിസൈലുകൾ വിക്ഷേപിക്കുന്നതിൽ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ വൈദഗ്ധ്യം നേടിയായും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ പക്കൽ ഇനി ഏതാനും 100 മിസൈലുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം സൈനിക വക്താവ് പൂർണ്ണമായും തള്ളി. ഞങ്ങളുടെ മിസൈൽ ശേഖരം അതിഭീകരമാണ്. ഇറാന്റെ ഒരൊറ്റ മിസൈൽ നഗരത്തിൽ മാത്രമുള്ള ശേഖരം ഇസ്രായേൽ അവകാശപ്പെടുന്ന മൊത്തം എണ്ണത്തിന്റെ 3 ഇരട്ടി വരും, അദ്ദേഹം പറഞ്ഞു. പുതിയ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പ്രക്രിയ തടസ്സമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പരിശീലനം പൂർത്തിയാക്കി നിരവധി ഓഫീസർമാരെ വിവിധ മിസൈൽ നഗരങ്ങളിൽ വിന്യസിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. മുൻപുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് വലിയ പാഠങ്ങളാണ് ഇറാൻ പഠിച്ചതെന്ന് വക്താവ് വിശദീകരിച്ചു. അന്ന് തകർക്കപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെല്ലാം പിന്നീട് ഭൂമിക്കടിയിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ 40 വർഷമായി കടുത്ത ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ മിസൈൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ടുണ്ട്. തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ മിസൈലുകൾക്കോ ലോഞ്ചറുകൾക്കോ ഇറാൻ യാതൊരു കുറവുമില്ല. ഇറക്കുമതി ചെയ്തിരുന്ന ഭാഗങ്ങൾ പോലും ഇപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് മുൻ പ്രതിരോധ മന്ത്രിയുടെ ശ്രമങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുല്ലയുടെ മിസൈൽ നിർമ്മാണത്തെയോ സംരംഭത്തെയോ മാസങ്ങളോളം ബോംബ് വർഷിച്ചിട്ടും ഇസ്രായേലിന് തടയാൻ സാധിച്ചിട്ടില്ലെന്ന് വക്താവ് പരിഹസിച്ചു. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വിസ്തൃതമായ ഭൂപ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ മിസൈൽ ഉൽപ്പാദന പ്രക്രിയ തകർക്കാൻ ഇസ്രായേലിന് എങ്ങനെ സാധിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. മനുഷ്യ വിഭവശേഷി അനുകൂലമാണെന്നും ഉദ്യോഗസ്ഥരുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.